നമസ്തേ. പരമ്പൊരുളിൻ്റെ ദ്വൈതതന്ത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇതുവരെ നോക്കിയത് ആകാശതത്വത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ആകാശതത്വം ഭൗതികകരമായി ഏറ്റവും കൂടുതലും, എന്നാൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കുറവുമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് അണ്ടകടാഹത്തിൽ പ്രപഞ്ചത്തിൽ അധികവും, പിണ്ഡത്തിൽ ഓരോരോ ശരീരങ്ങളിലും അത് വളരെ കുറച്ചുമായിട്ട്, പഞ്ചഭൂതങ്ങളിൽ കുറവുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആകാശഭൂതത്തെ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും സമപ്പെടുത്തുന്നതിനും നമുക്ക് തന്നെ സാധിക്കുന്നതാണ്. ആകാശതത്വം കൂടിയാലും കുറഞ്ഞാലും സമാവസ്ഥ അല്ലാതെ ഉണ്ടായാൽ നമ്മൾക്ക് ശാരീരികമായും മാനസികമായും അത് ജീവനെ ബാധിക്കത്തക്ക ജീവൽപരമായും രോഗങ്ങൾക്കും നമുക്ക് നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കുന്നതിനുമൊക്കെ കാരണമായിട്ട് മാറുന്നു. അതിനാൽ ഈ ആകാശതത്വത്തെ കൂട്ടിയും കുറച്ചും സമാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനും സമമാക്കുന്നതിനും നമുക്ക് തന്നെ സാധിക്കുന്നതാണ്. അതിനാണ് പഞ്ചഭൂതങ്ങളെ ഈശ്വരൻ കനിഞ്ഞ് നമ്മുടെ കൈക്കുള്ളിൽ തന്നെ തന്നിരിക്കുന്നത്. ഈ തള്ളവിരൽ അഗ്നിയെ ദ്യോതിപ്പിക്കുന്നതും, ചൂണ്ടുവിരൽ വായുവിനെ ദ്യോതിപ്പിക്കുന്നതും, നടുവിരലാണ് ആകാശത്തെ ദ്യോതിപ്പിക്കുന്നത്. മോതിരവിരൽ പൃഥ്വിയെ ബോധിപ്പിക്കുന്നു. അതുപോലെ കുഞ്ഞുവിരൽ എന്തിനെയാണ്? ജലത്തെ ദ്യോതിപ്പിക്കുന്നു. ഇങ്ങനെ 5 ഭൂതങ്ങളും നമ്മുടെ കൈക്കുള്ളിൽ തന്നെ തന്നിരിക്കുന്നു. ഈ ആകാശതത്വത്തെ ഇങ്ങനെ പിടിച്ചാൽ അത് സമമാകുന്നു, ഇങ്ങനെ പിടിച്ചാൽ ആകാശതത്വം കുറയ്ക്കാൻ സാധിക്കുന്നു, ഇങ്ങനെ പിടിച്ചാൽ ആകാശതത്വം കൂട്ടാൻ സാധിക്കുന്നു. അപ്പോൾ അഗ്നി ഉപയോഗിച്ചിട്ട് ആകാശതത്വത്തെ കൂട്ടാം, കുറയ്ക്കാം, സമമാക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും പ്രകൃതിക്കനുസരിച്ചിട്ട് അവർക്ക് ആകാശതത്വം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് ആകാശതത്വത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ സമാവസ്ഥയിലാക്കിക്കൊണ്ട് ഒരുവന് രോഗത്തിൽ നിന്നും മുക്തി നേടുന്നതിന് സാധിക്കുന്നതാണ്.